Hi guys, welcome back to Build and Craft. We have a new video. So, video is October 18th. We have giveaway result published. I have selected 5 winners. I have video mention check it. We have this aeroplane. I have a bottle. I have a Forex Sheet. It's simple. I have detailed making video. Skip the video. I have ഇതുപോലുള്ള വെറൈറ്റി ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും വേണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, ഞാൻ ഈ ഒരു ബോട്ടിലാണ് എയർപ്ലെയിൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ കിങ്ഫിഷറിൻ്റെ ബിയർ ബോട്ടിലാണ്. അപ്പോൾ ഞാൻ ബോട്ടിലിൻ്റെ അടിയിലത്തെ ഭാഗം ഫോറക്സ് ഷീറ്റിൽ വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കുകയാണ്. നമുക്കത് മാർക്ക് ചെയ്തെടുത്തിട്ട് 2 പീസ് സെയിം സൈസിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 2 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഒരു ചെറിയ പീസും കൂടി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അത് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് നേരത്തെ കട്ട് ചെയ്തെടുത്ത 2 പീസും കൂടി കൂട്ടി ഒട്ടിക്കുക. ചെറിയ പീസും കൂടി അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് പീസുകൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി മാർക്ക് ചെയ്യുകയാണ്. ഗൈസ്, അപ്പോൾ ഞാൻ ഇത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ചെറിയ പീസുകളൊക്കെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒട്ടിക്കണം. അപ്പോൾ ആ ലൈൻസിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത്. ബാക്കി വരുന്ന പീസുകൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഒട്ടിച്ച് ഫുള്ളായിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ടെംപ്ലേറ്റുകൾ വരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ഷേപ്പിൽ. അത് 5.5 സെൻറ്റിമീറ്റർ ഹൈറ്റും 28.5 സെൻറ്റിമീറ്റർ വിഡ്ത്തിലുമാണ് ഞാൻ വരച്ചെടുത്തിരിക്കുന്നത്. സൈഡ്സൊക്കെ ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ സെൻറ്റർ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കിലത്തെ വിങ്സ് 5 സെൻറ്റിമീറ്റർ ഹൈറ്റും 6.5 സെൻറ്റിമീറ്റർ വിഡ്ത്തിലും സൈഡ്സ് ഇതുപോലെ കവർ ചെയ്തിട്ട് ഒരു 6 പീസ് എടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ എല്ലാ പീസും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇത്ര പീസ് എടുത്തിരിക്കുന്നത് 2 വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കാനാണ്. കാരണം തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇതിനേക്കാളും തിക്നെസ് കൂടുതലുള്ള പേപ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ പീസ് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഞാൻ 2 ഒരുമിച്ച് ഒട്ടിക്കുകയാണ്. അപ്പോൾ ഇത് വെച്ച് ഒട്ടിക്കുമ്പോൾ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് കണ്ടാൽ ഞാൻ പുകയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അത്രയും ഡേഞ്ചറസ് ആണ്. പക്ഷേ സൂക്ഷിച്ച് കെയർ ചെയ്ത് ഒട്ടിക്കുക. അപ്പോൾ ഞാൻ എല്ലാ പീസും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ബോട്ടിലാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാസ്കിൻ്റെ പൊട്ടിക്കുകയാണ്. നമുക്ക് കുറച്ച് സൈഡ് മാത്രമാണ് ആദ്യം പെയിൻറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഫുള്ള് മാസ്കിൻ്റെ പൊട്ടിച്ചെടുക്കുകയാണ്. നമുക്ക് ഈ 2 സൈഡാണ് പെയിൻറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സിൽവർ സ്പ്രേ പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പീസിന് പകരമായിട്ട് ഞാൻ ഈ ഒരു പീസ് വരച്ചെടുത്തിരിക്കുകയാണ്. അത് നമുക്ക് 2 പീസ് കട്ട് ചെയ്തെടുക്കണം. അത് ഞാൻ 7 സെൻറ്റിമീറ്റർ ഹൈറ്റും 7 സെൻറ്റിമീറ്റർ വിഡ്ത്തിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പീസ് മാറ്റി വയ്ക്കാം. നമുക്ക് ഈ പീസ് മതി. ഞാൻ ഈ ഒരു പീസുമ്മേ 3.5 സെൻറ്റിമീറ്റർ സ്ട്രൈപ്പ് ആഡ് ചെയ്യാനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 2 സൈഡിലും 2 കട്ട് ചെയ്ത പീസിൻ്റെയും നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യണം. നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത് മാസ്കിൻ്റെ പൊട്ടിക്കാം. അപ്പോൾ ആ സൈഡ് പെയിൻ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാസ്കിൻ്റെ പൊട്ടിക്കുന്നത്. അപ്പോൾ നമുക്കിത് പെയിൻറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ യെല്ലോ ഇനാമൽ പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആക്രിലിക് പെയിൻ്റ് ആണെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ ഫുള്ള് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. അതുപോലെ ബോട്ടിലും നമ്മൾ നേരത്തെ സിൽവർ അടിച്ചതിൻ്റെ ബാക്കി പോർഷൻസ് ഫുള്ള് ഇനാമൽ കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇനാമൽ പെയിൻറ്റ് ആയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും ഉണങ്ങാനായിട്ട്. അതായത് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ തൊട്ടിട്ട് മാസ്കിൻ ടേപ്പ് പീൽ ഓഫ് ചെയ്ത് കളയുക. അതുപോലെ ബോട്ടിലും ഫുള്ള് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് നേരത്തെ മാസ്കിൻ ടേപ്പ് ഒട്ടിച്ച് കൊടുത്ത് സ്ട്രൈപ്സ് ആഡ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡ് ആക്രിലിക് വെച്ചിട്ടാണ് സ്ട്രൈപ്സ് മാർക്ക് ചെയ്യുന്നത്. അത് 2 പീസിലും ഞാൻ സ്ട്രൈപ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം കട്ട് ചെയ്ത് വെച്ച ഈ റൗണ്ട് പീസ് ബോട്ടിലിൻ്റെ അടിഭാഗത്തായിട്ട് ഒട്ടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്ലെക്സ് വിക്കാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഫ്ലെക്സ് വിക്ക് വെച്ചിട്ട് നന്നായിട്ട് അത് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ യെല്ലോ പോർഷൻ കവർ ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ ഫ്രണ്ടിലത്തെ പീസ് പെയിൻറ്റ് ചെയ്ത ശേഷം ഒട്ടിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അത് ഫുള്ള് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടിൽ അടിയിലത്തെ പീസിൽ വെച്ചിട്ട് ഒട്ടിക്കാം. ആ സൈഡിലൊക്കെ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഫിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിനി മുകളിലത്തെ പീസും കൂടി അതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്റ്റിക്കുകൾ എടുക്കുകയാണ്. നമ്മുടെ ടൂത്ത് പിക്കിൻ്റെ കുറച്ച് നീട്ടുള്ള സ്റ്റിക്കുകളാണത്. അത് ഞാൻ ഒരു 8 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മുകളിൽ ഇതുപോലെ നേരെ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ 4 പീസ് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്കതിന് കുറച്ച് സ്ട്രെങ്ത്ത് കൂടുതൽ കൊടുക്കാൻ വേണ്ടിയിട്ട് 2 പീസ് ഡയഗണലായിട്ട് ഞാൻ ഒട്ടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ 2 സൈഡിലും നമ്മൾ ഒട്ടിച്ചെടുക്കണം 4 പീസായിട്ട്. ഇതേപോലെ. അപ്പോൾ നമുക്കിനി മുകളിലത്തെ പീസും കൂടി ഫിക്സ് ചെയ്യാം. അപ്പോൾ സൈഡിലൊക്കെ നന്നായിട്ട് ഗ്ലൂ തേച്ച് കൊടുക്കുക. എന്നാലും നന്നായിട്ട് ഒട്ടുള്ളൂ.
അപ്പോൾ ഞാൻ ടയറിന് വേണ്ടിയിട്ട് കുറച്ച് റൗണ്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് 2 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ട് ഒരുമിച്ച് ഒട്ടിക്കുക. പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ആക്രിലിക്കാണ് യൂസ് ചെയ്യുന്നത്. 2 സൈഡും നന്നായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ 2 പീസിന് ബ്ലാക്കും അതുപോലെ ചെറിയ 2 പീസിന് സിൽവർ കളറും പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ മാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത സിൽവർ പീസ് ഈ ബ്ലാക്കിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക് 7 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിനി അത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ 2 സൈഡും നമുക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ടയർ റെഡി ആയിട്ടുണ്ട്. നമുക്കതിൻ്റെ മുകളിലേക്കുള്ള എക്സ്റ്റൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് 2 ചെറിയ പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അത് ഞാൻ വീണ്ടും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ബോട്ടിലേക്ക് ഫിക്സ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പോർഷനിൽ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. ഓക്കെ, അത് ഫിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കതിന് സപ്പോർട്ട് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ചെറിയ പീസ് എടുത്തിട്ട് ഈ ഒരു പോർഷനിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ്. നമുക്കതിൻ്റെ ബാക്കിലത്തെ പോർഷനിലേക്കും കണക്ട് ചെയ്തിട്ട് ഒട്ടിക്കുക. ചെറിയ ടയറും കൂടിയും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറിയ 2 പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിത് ബാക്ക് ടയറിന് വേണ്ടിയിട്ടാണ്. അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ബോട്ടിൽ ഫിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പോർഷനിലായിട്ട് ഗ്ലൂ വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പങ്ക ഫിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പങ്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. നമുക്കത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് 2 സൈഡിലും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അത് ഫിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഫിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മുകളിൽ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മാസ്കിൻ ടേപ്പ് എടുക്കുകയാണ്. അപ്പോൾ ഞാനത് കട്ടിംഗ് ബോർഡിൻ്റെ മുകളിൽ ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ 2 സെൻറ്റിമീറ്റർ എടുത്തിട്ട് റൗണ്ട് വരയ്ക്കണം ആദ്യം. അപ്പോൾ നമുക്കിനി ഈ സർക്കിളിനെ 5 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. അത് ഉള്ളിൽ സ്റ്റാർ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പ്രൊട്രാക്ടർ എടുത്തിട്ട് 72 ഡിഗ്രിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ 5 പോയിൻറ്റ്സ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി അത് കണക്ട് ചെയ്യാം. അപ്പോൾ സ്റ്റാർ ആയിട്ടുണ്ട്. ഉള്ളിലൊരു സർക്കിൾ കൂടി വരച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിനി അത് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളത് ഫുള്ള് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ പ്ലെയിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ച് പീസുകൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് എക്സ്ട്രാ നമ്പേഴ്സും അതുപോലെ സ്ട്രൈപ്സും ആഡ് ചെയ്യുന്നുണ്ട്. അത് മാസ്കിൻ ടേപ്പിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഗിവയുടെ വിന്നേഴ്സ് 5 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ പേരുകളാണ് നന്ദന ബാബു, മുഹമ്മദ് സിയാസ്, അമൽ റൂഹി, തക്കു KTU, തിങ്കൾ ജോസ്. കൺഗ്രാറ്റ്സ് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഈ ഇമെയിൽ ഐഡിയിലേക്ക് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ ഗിഫ്റ്റ് നിങ്ങളുടെ കയ്യിലെത്തും. അതുപോലെ ഈ വീഡിയോ ഞാൻ ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ സജഷൻസ് എല്ലാം കമൻറ്റ് ചെയ്യണം. ഇതുപോലെ വെറൈറ്റി ക്രാഫ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നമ്മൾ നെക്സ്റ്റ് സൺഡേ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബിഹൈൻഡ് ദ ക്യാമറ ആൻഡ് ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഔട്ട്. ബൈ.